ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. നബി തങ്ങൾ ഞങ്ങളോട് സംസാരിക്കും, ഞങ്ങൾ നബിയോടും സംസാരിച്ചു കൊണ്ടിരിക്കും. വീട്ടിൽ ഞങ്ങളും സംസാരിക്കും, നബി തങ്ങൾ ഞങ്ങളോടും സംസാരിക്കും. വയുജാലിസുനാ വനുജാലിസുഹു. നബി തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയും, ഞങ്ങൾ ഹബീബിൻ്റെ കൂടെ വന്നിരിക്കും. അങ്ങനെ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ട്, വർത്തമാനങ്ങളുണ്ട്, തമാശ പറയുന്നുണ്ട്. പക്ഷേ ഫഇദാ ഹദറത്തിസ്സലാഹ്, നിസ്കാരത്തിൻ്റെ സമയമായാൽ ഫകഅന്നഹു ലാ യഅരിഫുനാ വലാ നഅരിഫുഹു. നബിയുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി തരാം. നബി തങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതുവരേക്കും ഞങ്ങളോട് വർത്തമാനം പറയുന്ന നബി, ഞങ്ങൾ അങ്ങോട്ടും വർത്തമാനം, ഞങ്ങളുടെ കൂടെ ഇരിക്കും, ഞങ്ങൾ അവരുടെ അടുത്ത് അവിടെ പോയിരിക്കും. എന്നാൽ ഫഇദാ ഹളറത്തിസ്സലാഹ്, നിസ്കാരം ആസന്നമായാൽ ഫകഅന്നഹു ലാ യഅരിഫുനാ വലാ നഅരിഫുഹു, നബിക്ക് ഞങ്ങളെയും അറിയില്ല, ഞങ്ങൾക്ക് നബിയെയും അറിയില്ല. അങ്ങനെയായിരുന്നു ഹബീബിൻ്റെ അവസ്ഥയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ വിഷയം വന്നാൽ പിന്നെ നബിക്ക് ഞങ്ങളെ പരിചയമില്ലാത്ത പോലെ, പിന്നെ ഇവിടെ ചിരിയില്ല, പിന്നെ ഇവിടെ വർത്തമാനങ്ങളില്ല, പിന്നെ തമാശയില്ല. ഹബീബായ നബി തങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് നബിയെയും അറിയില്ലാത്ത പോലെ. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അതിനടിക്കുറിപ്പെഴുതി, ഇങ്ങനെയാണ് ഓരോ മുസ്ലിമും ആവേണ്ടത്. അള്ളാഹുവിൻ്റെ വിഷയം വരുമ്പോൾ പിന്നെ മറ്റൊന്നും അവിടെ ചിന്തയില്ല.